ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു മടിയുള്ള ദിവസമാണ്. സമയം ഏകദേശം 7:15 ആയി. തുറന്നു നോക്കുമ്പോൾ നല്ല മഞ്ഞിപ്പോഴും ഉണ്ട്. വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല, പക്ഷെ നല്ല മഞ്ഞ് മൂടിക്കിടക്കണം. ഭയങ്കര തണുപ്പുമാണ്. റോസാപ്പൂവിലൊക്കെ ആ മഞ്ഞ് കണികൾ കാണാം, നല്ല ഭംഗിയുമുണ്ട്. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുക്കള ഭാഗത്തായിട്ടാണ് ഞാൻ കുറച്ച് പച്ചക്കറി എന്ന് പറയാൻ ആയിട്ടില്ല, ചീര നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീരക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് പോയി. അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം അമ്മയുടെ അടുത്ത് കൊടുക്കാനൊക്കെ പറഞ്ഞ് ചീരക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്ത്, ആരും കാണാത്തപ്പോൾ ചീരയോടൊക്കെ ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞ് അതിന് ചുറ്റും വെള്ളമൊക്കെ ഒഴിച്ച് ആ ഏരിയ ഫുള്ളൊന്ന് തണുപ്പിച്ച് പിന്നെ എൻ്റെ പൂന്തോട്ടം എന്ന് പറയാൻ ഞങ്ങളുടെ വീട് ഇവിടെ വെച്ചിട്ട് അത്രേ ആയിട്ടുള്ളൂ, 6-7 months ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഗാർഡനൊന്നും സെറ്റ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഈ ഏരിയയിലാണെങ്കിൽ മണ്ണ് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ വിചാരിച്ച പോലെ ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും എനിക്കാണെങ്കിൽ റോസാപ്പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കുറേ തണ്ടുകളൊക്കെ കൊണ്ടുവന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കുറേ റോസ് പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൻ്റെ ഒരു താല്പര്യം കൊണ്ട് കുറച്ച് പച്ചക്കറി അവിടെ നട്ടിട്ടുണ്ട്. അതിനൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പൂരിക്കായിട്ടുള്ള മാവ് കുഴച്ച് വെച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യാൻ പോവുകയാണ്. അതായത് ലോണ്ട്രി, വാഷിങ് ക്ലോത്ത്സ്. എനിക്കിഷ്ടമേ അല്ല. എന്തായാലും നമുക്ക് ക്ലോത്ത്സ് വാഷ് ചെയ്തേ പറ്റും. അപ്പോൾ ഞാനത് ഏറ്റവും ആദ്യം ചെയ്ത് തീർക്കുന്ന ഒരു ജോലിയാണ്. എനിക്ക് അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാൻ താല്പര്യമില്ലാത്തൊരു ജോലിയാണ്. അതുകൊണ്ട് അത് രാവിലെ, ബാക്കി വർക്കിംഗ് ഡേയ്സിലൊക്കെ ഞാൻ രാവിലെ 6:30-ക്ക് എൻ്റെ ഈ ലോണ്ട്രി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല തണുപ്പാണ്. എണ്ണയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്, വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ നല്ലോണം വരണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്കിന്നും ഹെയറും ഒക്കെ. അപ്പോൾ ഒത്തിരി എണ്ണയൊക്കെ തേച്ച് ഒന്ന് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ബാക്കിയെല്ലാ ജോലികളും ചെയ്യാനായിട്ട്. അപ്പോൾ പൂരിയും മുട്ടക്കറിയുമാണ് ഇന്നത്തെ പരിപാടി. ഇനി അതിൻ്റെ ഒരു തിരക്കുണ്ട്. ഏകദേശം സമയം 8:30-8:45 ആയി. എഴുന്നേറ്റില്ല, ഹസ്ബൻഡും മോനും എഴുന്നേറ്റില്ല. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മുട്ടയും അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും പുഴുങ്ങാനും വെച്ചു. പിന്നെ പൂരി മിക്ക ആൾക്കാരും കുഞ്ഞ് റൗണ്ട് ഷേപ്പിലാണ് പൂരി ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേഗം ജോലി തീരാനായിട്ട് വലിയ റൗണ്ട് ഉണ്ടാക്കി അതിനെ 4 കഷ്ണങ്ങളാക്കി ഈ രീതിയിലാണ് പൂരി ഉണ്ടാക്കിയെടുക്കുന്നത്. മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ. ഹസ്ബൻഡിന് പൂരി ഭയങ്കര ഇഷ്ടമാണ്. പൂരി, പത്തൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാറ്റർഡേയ്സൊക്കെ പൂരി, പത്തൽ ഇതൊക്കെ ആയിട്ട് കുറേ സമയം പോവും. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് സവാള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ നന്നായി വഴറ്റിയെടുത്ത്, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത്, ആ സമയത്ത് ഞാൻ തക്കാളിയുടെ തൊലി കളയാനായിട്ടൊന്ന് പുറത്തേക്ക് പോയിരുന്നു. തൊലി കളഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ സവാള, വഴറ്റി വെച്ചിരിക്കുന്ന സവാളയൊക്കെ കരിഞ്ഞു പോയി. അതുകൊണ്ട് വീണ്ടും വേറൊരു കറി ഉണ്ടാക്കി. അങ്ങനെ മുട്ടക്കറിയും റെഡിയായി. ഇത്തിരി സമയം വൈകിപ്പോയി, എന്നാലും എൻ്റെ ഹസ്ബൻഡും മോനും എഴുന്നേറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സാറ്റർഡേ മോർണിംഗ് വ്ലോഗ് എന്ന്